ഞാനിതിൻ്റെ നാൾവഴി ചുരുക്കി ഒന്നുകൂടി പറയാം. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു. അന്ന് തന്നെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചു. 2021 ജൂൺ ജൂലൈ മാസങ്ങളിൽ അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ, സമഗ്രമായ പ്രക്രിയ ആരംഭിച്ചു. 22 മാർച്ചോടുകൂടി അന്തിമ പട്ടിക ഗ്രാമസഭ, വാർഡ് സഭ അംഗീകാരത്തോടെ തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റ് ഓഫ് റെക്കമെൻഡേഷൻ അല്ല. പിന്നെ പൈലറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് 3 സ്ഥലങ്ങളിലാണ്. ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചുതെങ്ങ് പഞ്ചായത്ത്, മറ്റൊന്ന് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്ത്. മൂന്നിനും ആ തെരഞ്ഞെടുപ്പിനൊക്കെ പ്രത്യേകതയുണ്ട്. തെക്ക്, വടക്ക്, മധ്യ കേരളം, നഗരസഭ, ഒരു പഞ്ചായത്ത്, പിന്നൊന്നൊരു ട്രൈബൽ മേഖല. ഈ പൈലറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ആ പൈലറ്റ് സ്റ്റഡിയുടെ കാര്യം ഇവർ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആ പൈലറ്റ് സ്റ്റഡി നടന്ന സമയത്ത് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കാമായിരുന്നു. ആലപ്പുഴ, കുമാരപുരം, കാസർഗോഡ്, കള്ളാർ ഒഴികെ 1032 തദ്ദേശ സ്ഥാപനങ്ങളിൽ ആയിട്ടാണ് ഈ പട്ടിക തയ്യാറായത്. ഈ 2 സ്ഥലങ്ങളിൽ അതിദരിദ്രരെ കണ്ടെത്തിയിട്ടില്ല. 1034-ൽ 1032-ലാണ് കണ്ടെത്തിയത്. മൈക്രോ പ്ലാൻ, അതാണ് വേറൊരു പ്രത്യേകത. ഇവർ ചോദിക്കുന്നു ഇതെങ്ങനെ കൈവരിച്ചു എന്നതാണ്. 64,006 മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് മൈക്രോ പ്ലാൻ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പദ്ധതി എന്നത്. എന്ന് വെച്ചാൽ ഓരോ കുടുംബത്തിന്റെയും അതിദാരിദ്ര്യത്തിന് കാരണമായ ഘടകങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ ആവശ്യമായത് എന്താണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം മൈക്രോ പ്ലാൻ ഓരോ കുടുംബത്തിനും. ആ മൈക്രോ പ്ലാൻ നിർവഹിച്ചിട്ടാണ് ഇപ്പോൾ അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഒരു പദ്ധതിയും മൈക്രോ പ്ലാൻ അധിഷ്ഠിതമായിട്ടുണ്ടായിട്ടില്ല. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇനി ഒരു രേഖ കൂടി ഉണ്ട് കേട്ടോ. 2023 നവംബർ 1 ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ആദ്യത്തെ ഒരു വർഷം പിന്നിട്ടപ്പോൾ ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട്. അപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടായില്ല, അഭിപ്രായങ്ങൾ ഉണ്ടായില്ല, ഈ പറഞ്ഞ വിമർശനങ്ങളൊന്നും അപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ പ്രഖ്യാപനത്തിലേക്ക് വരുന്നത്.